പ്രേക്ഷകർക്കും നാട്ടുകാർക്കും തൃശ്ശൂർ പ്രേമികൾക്കും ഒക്കെ തന്നെ സ്വല്പം നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓവർ ടു യു. എസ്കേൻ, ശരിയാണ്. രാത്രി വളരെ വൈകി എന്ന് വെച്ചാൽ ഒരു മണിക്ക് ശേഷം നടക്കേണ്ട 2 വെടിക്കെട്ടുകളാണ് ഇപ്പോൾ നേരം വെളുത്ത് അല്ലെങ്കിൽ പുലർച്ചെ ഈ സൂര്യപ്രകാശത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭംഗി ഒട്ടും ആസ്വദിക്കാൻ കഴിയില്ല എന്നിപ്പോഴിതാ നമ്മളോട് സംസാരിച്ച പലരും പൂരപ്രേമികളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ചടങ്ങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗമായി ചെയ്തു തീർക്കേണ്ട ഒരു ചടങ്ങാക്കി വെടിക്കെട്ടിനെ മാറ്റിയിട്ടുണ്ട്. അതല്ലാതെ ഇനിയൊരു പകൽ കൂടി ഈ വെടിക്കെട്ട് സാമഗ്രികൾ കമ്പക്കോപ്പുകളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുക എന്നത് വലിയ അതിൻ്റെ റിസ്ക് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവരത് പൊട്ടിച്ചങ്ങ് തീർക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് അതൊരു പൂരത്തിൻ്റെ ഒരു ചടങ്ങെന്ന മട്ടിൽ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് നാട്ടുകാരും പൂരപ്രേമികളും തട്ടകത്തുള്ളവരുമൊക്കെ പറയുന്നത് വസ്തുത തന്നെയാണ്. അത് പൊട്ടിച്ചങ്ങ് തീർക്കുകയാണ്. തന്നെയുമല്ല, ഈ സ്പെഷ്യലായി അവർ തയ്യാറാക്കിയ വെടിക്കെട്ടിൽ എത്രണ്ണം ഉപയോഗിക്കാൻ പറ്റും ഈ പകൽ വെളിച്ചത്തിൽ എന്നതും നമുക്കറിയില്ല. പലതും രാത്രിക്ക് വേണ്ടി സജ്ജമാക്കിയതാണ്. ഇരുട്ടിൻ്റെ സമയത്ത് ഈ ആകാശത്ത് തെളിയുന്ന വെളിച്ചത്തിലാണ് ഇതൊക്കെ ഭംഗിയാകുന്നത്. പക്ഷെ അതൊന്നും സാധ്യമല്ല എന്ന മട്ടിലേക്ക് പോയിരിക്കും. സാധാരണ തൃശ്ശൂർ പൂരത്തിൻ്റെ പകൽ ഇപ്പോൾ ഈ നമ്മളുടെ പല മേളങ്ങൾ അവസാനിക്കുമ്പോഴും പല എഴുന്നള്ളത്തുകൾ അവസാനിക്കുമ്പോഴും ഒരു പകൽ വെടിക്കെട്ടുണ്ട്. അത് ശബ്ദമാണ് ആ വെടിക്കെട്ടിൻ്റെ പ്രത്യേകത. വലിയ കാതടപ്പിക്കുന്ന ശബ്ദമാണ് ആ സമയത്തുണ്ടാവുക. എന്നാൽ ഇപ്പോൾ രാത്രിയിലെ വെടിക്കെട്ടിന് ആ ശബ്ദം കുറച്ചിട്ട് അതിലെ നിറം, അതിലെ കളറ് കൂട്ടിയിട്ടുണ്ട്. അതിലെ നിറത്തിൻ്റെ എലിമെൻറ്റ് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് കുറെ കൂടി മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ വെടിക്കെട്ടിന് ധാരാളം നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ആ നിയന്ത്രണങ്ങൾ മറികടക്കാനും ഈ ശബ്ദം കുറയ്ക്കുന്നത് നന്നാകും. അതുകൊണ്ട് ശബ്ദം കൂട്ടി നിറം അത് മനോഹരമാക്കിയപ്പോൾ ഇതാ പകലായി ആ വെടിക്കെട്ട്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ സൗകുമാര്യം മുഴുവൻ നഷ്ടമാകും. അതുകൊണ്ട് ആ ജോലി എന്നതൊരു ജോലി എന്ന നിലയിൽ, ആ ചടങ്ങ് എന്ന നിലയിൽ അവരത് പൊട്ടിച്ച് തീർക്കുന്നു എന്ന് വേണം എസ്കേൻ കരുതാൻ. താങ്ക് യു വിജയകുമാർ. സൂരജ് സജി കൂടി പൂരപ്പറമ്പിൽ നിന്ന് നമുക്കിപ്പം ചേരുകയാണ്. സൂരജ് സജി, എപ്പോഴാണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കുക? ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് കൂടിയിലാണല്ലോ ബ്യൂറോ അറിയിക്കുന്നത്. വിവരങ്ങൾ. സൂരജ് സജി, തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അവർ തയ്യാറായി കഴിഞ്ഞോ? അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങളിൽ കാണാം. വെടിക്കെട്ടിന് തിരികൊളുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവരുടെ തന്നെ അത് ദേവസ്വത്തിന്റെ ജീവനക്കാരും അതുപോലെ തന്നെ ഈ തൊഴിലാളികളടക്കമുള്ളവർ ഇവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സൂരജ് സജി, താങ്കൾ തുടരൂ. എസ്കേൻ, എന്തായാലും ജീവനക്കാരടക്കമുള്ളവർ അവിടെയുള്ളവർ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് തിരിതെളിയും. എന്തായാലും കാത്തിരിപ്പാണ്. ഈ പാറമേക്കാവിനെക്കാളും എത്രത്തോളം മികച്ചതാവും ഇത് എന്നുള്ളതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നേരത്തെ സാമ്പിൾ വെടിക്കെട്ടിലെല്ലാം തന്നെ തിരുവമ്പാടി ഞെട്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഈ വെടിക്കെട്ടിലും തിരുവമ്പാടി ഞെട്ടിക്കുമോ എന്നൊരു ആകാംക്ഷയുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള നിരാശയും ഇവിടെയുള്ളവരിൽ പ്രകടമാണ്. കാരണം ഈ പകൽ സമയം വെടിക്കെട്ട് നടക്കുന്നതുകൊണ്ട് ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കാണാൻ കാത്തു നിന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആളുകളെ വല്ലാതെ നിരാശപ്പെടുത്തിയോ? കാര്യം ഇരുട്ടിൽ തിളങ്ങേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിലായപ്പോൾ നിർമ്മം കെട്ടുപോയി എന്നൊരു തോന്നൽ അവർക്കുണ്ടോ? വിവരങ്ങൾ എന്താണ്? എസ്കേൻ, അത്തരത്തിൽ തന്നെയാണ് കാര്യം. ഇതിന്റെ ഒരു നിറം കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. പല സസ്പെൻസുകളും പ്രതീക്ഷിച്ചിരുന്നു. സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയത്ത് മാനത്ത് കുടമാറ്റമായിരുന്നു ഇരു ദേവസ്വങ്ങളും സൃഷ്ടിച്ചതെങ്കിൽ ഇക്കുറി അങ്ങനെ ഒരു പുതുമയും ഉണ്ടായില്ല. അതായത് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇവരെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന സമയത്തും ഇവർ പറയുന്നത് ഇത്തരത്തിലൊരു നിരാശ തന്നെ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ നിൽക്കുന്നത്. കാരണം അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ ശബ്ദത്തിൽ എന്തായിരിക്കും, ശബ്ദ വ്യത്യാസത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വെടിപ്പുരയിലെല്ലാം പോയതാണ്. അവിടെയെല്ലാം ഈ വർണ്ണ അമിട്ടുകളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. അതായത് ഇപ്പോൾ ഈ നടക്കുന്ന ഈ കൂട്ടപ്പൊരിച്ചിലിന് ശേഷം പിന്നീട് നടക്കേണ്ടത് ഈ വർണ്ണ അമിട്ടുകളുടെ പ്രയോഗമാണ്. അതിലാണ് ഈ വ്യത്യസ്തതകളെല്ലാം കൊണ്ടുവരേണ്ടത്. ഈ വർണ്ണ അമിട്ടുകളുടെ വ്യത്യസ്തത കൊണ്ടുവരിക. ഓരോ വിഭാഗം ഇപ്പോൾ പാറമേക്കാവ് ഒരു വർണ്ണ അമിട്ട് പൊട്ടിച്ച് അതിൽ വ്യത്യസ്തത വരുത്തി കഴിഞ്ഞാൽ ഈ കുടമാറ്റം പോലെ തന്നെ അടുത്ത വർണ്ണ അമിട്ട് തിരുവമ്പാടി പൊട്ടിക്കും. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സാമ്പിൾ വെടിക്കെട്ടിലെല്ലാം നിറഞ്ഞു നിന്ന്. അങ്ങനെയാണ് ഒരു വശത്ത് പാറമേക്കാവ് ഒരു കുട മാനത്ത് വിരിയിക്കുന്നു, തൊട്ടു പിന്നാലെ ഇപ്പുറത്തെ വശത്ത്
തിരുവമ്പാടി ഒരു കുട വിരിയിക്കുന്നു. അങ്ങനെ മാനത്ത് കുടമാറ്റം തന്നെ തീർത്തു. അത്തരത്തിൽ ഈ വർണ്ണ അമിട്ടുകൾ ഒന്നും തന്നെ ഇപ്പോൾ ഈ വെടിക്കെട്ടിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ ദൃശ്യഭംഗി ഒരു തരത്തിലും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് SKN ഇവരുടെ എല്ലാവരുടെയും സങ്കടം. എന്തായാലും അല്പസമയത്തിനകം ഏതാണ്ട് മിനിറ്റുകൾ മാത്രമേ വേണ്ടൂ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് തിരികൊളുത്തും. അല്പസമയം മാത്രം, അതായത് ഉദ്യോഗസ്ഥർ എല്ലാവരും ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്യാംകുമാർ, വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ശ്യാംകുമാർ ഇപ്പോൾ നിൽക്കുന്നത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് അവിടെ നിന്ന്? ആ വെടിക്കെട്ട് നടക്കുന്നതിന് കുറച്ച് മാറിയാണ് നമ്മൾ ഉള്ളത്. കാരണം വലിയ ജനത്തിരക്ക് ഇവിടെ കാത്തിരിക്കുന്ന ആ പ്രദേശത്തൊക്കെ, ആ റോഡിലൊക്കെ വലിയ ജനത്തിരക്ക് തന്നെയാണ് ഉള്ളത്. എല്ലാവരും കാത്തിരിക്കുന്നത് എപ്പോൾ ഈ വെടിക്കെട്ട് ആരംഭിക്കുമെന്ന് അറിയാനാണ്. നേരത്തെ വെടിക്കെട്ട് തിരുവമ്പാടി ഭാഗത്തിന്റെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ആളുകൾ കുറേയധികം പോകുന്നുണ്ടായിരുന്നു. അവർക്ക് രണ്ടാമത്തെ വെടിക്കെട്ട് ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോഴും ആളുകൾ ഈ വെയിലിൽ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും രണ്ടാമത്തെ വെടിക്കെട്ട് ഉടൻ ആരംഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. 10 മിനിറ്റിനകം അത് ആരംഭിക്കും. അതിന്റെ അന്തിമ പരിശോധനകളൊക്കെ നടക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസുകാർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. ഏതായാലും നിരവധി പേരാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. വലിയ നിരാശയോടെ ആളുകൾ മടങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ വെടിക്കെട്ട് കണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് അവർക്കുള്ളത്. ഏതായാലും പൂരത്തിന് വന്ന് ഇനി ഒരു വർഷം കഴിയേണ്ടേ ഈ വെടിക്കെട്ടിലേക്ക് വരാൻ എന്നുള്ള ഒരു ആശ്വാസം പങ്കുവെച്ചാണ് അവർ മടങ്ങുന്നത്. ബാക്കിയുണ്ടെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് പല SKN പോലീസുകാരാണ് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ കൈമാറിയത്. അവരവിടെ നിന്ന് ഇപ്പോൾ വെടിക്കെട്ട് ആരംഭിച്ചു. ശ്യാംകുമാർ, വിജയകുമാർ, എന്തായാലും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലേക്കാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് തുടങ്ങി പൂരനഗരിയിൽ. തിരുവമ്പാടിയും ഒടുവിൽ ഇതാ വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി ഇപ്പോൾ സജ്ജമാക്കി അവർ വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പാറമേക്കാവിൻ്റെ വെടിക്കെട്ടിന് പുലിമ കുറഞ്ഞുപോയി പകൽ വെളിച്ചത്തിൽ എന്ന രീതിയിലുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ഇപ്പോൾ തിരുവമ്പാടിയുടെ വെടിക്കെട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. തീർച്ചയായിട്ടും പകൽ വെളിച്ചത്തിൽ നടക്കുന്ന വെടിക്കെട്ടിൻ്റെ മാസ്മരികത നമുക്കിതിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിജയകുമാർ, മറ്റെന്താണ് പറയാനുള്ളത് ഈ വെടിക്കെട്ടിനെ കുറിച്ച്? ഇപ്പോൾ വേറൊരു വിവരം കൂടി വരുന്നത്, ഈ ഇന്നത്തെ പകൽ നടക്കേണ്ട ചില പ്രധാനപ്പെട്ട പൂരച്ചടങ്ങുകളുണ്ട്. ഒന്നുകിൽ അത് വെട്ടിച്ചുരുക്കുകയോ അതല്ലെങ്കിൽ അത് കുറെ കൂടി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചടങ്ങുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരും എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. കാരണം ഈ രാവിലെ മുതൽ തന്നെ പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കേണ്ടതാണ്. അപ്പോൾ ആനയൊന്നും അവിടേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് ആ ചടങ്ങുകൾ ഒന്നുകിൽ കൂടുതൽ സമയമെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ചുരുക്കേണ്ടി വരുമെന്ന് ദേവസ്വങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ ഉപചാരം ചൊല്ലിപ്പിരിയിലൊക്കെ ഉച്ചയോടെ നടക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് വൈകും. വെടിക്കെട്ട് ഇത്രയും 4 മണിക്കൂർ വൈകിയാണ് വെടിക്കെട്ട് നടക്കുന്നത്. 4-4.5 മണിക്കൂർ വൈകിയിട്ടുണ്ട്. 5 മണിക്കൂറൊക്കെ വൈകി വെടിക്കെട്ട് തുടങ്ങണം. അപ്പോൾ അതനുസരിച്ച് മറ്റു ചടങ്ങുകളും വൈകും. അതല്ലെങ്കിൽ അത് വെട്ടിച്ചുരുക്കേണ്ടി വരും എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആകെ പൂരത്തിൻ്റെ സമയം അത് സാധാരണ ഗതിയിൽ നടക്കേണ്ടതിനേക്കാൾ കൂടുതൽ സമയം പൂരത്തിൻ്റെ ചടങ്ങുകൾ നീണ്ടുപോകുന്നു. അത് ഇന്ന് പകൽ നടക്കേണ്ട ചടങ്ങുകളെ കൂടി ബാധിക്കും എന്നൊരാശങ്ക ഇപ്പോൾ ദേവസ്വം പങ്കുവയ്ക്കുന്നുണ്ട്. വിജയകുമാർ, 2 കൊല്ലം മുമ്പ് നമ്മൾ ഓർമ്മിക്കുന്നു, ഒരു ഉച്ചനേരം വെടിക്കെട്ട് നടന്നു. ആദ്യ സംഭവമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഒരല്പം ഇരുട്ട് പരക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ ഇപ്പം നല്ല വെളിച്ചമായിരിക്കുന്നു. അതിൻ്റെതായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു വിജയകുമാർ. ഉറപ്പായും ഈ പകൽ വെളിച്ചത്തിൽ ഒട്ടും സുന്ദരമായിരിക്കില്ല പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വെടിക്കെട്ട് കാണാൻ. അതിൻ്റെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. അതിൻ്റെ ആ സമയത്ത് മാനത്ത് തെളിയുന്ന ദൃശ്യവിസ്മയം ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അത് ഒന്നും ഈ പകൽ വെളിച്ചത്തിൽ, സൂര്യവെളിച്ചത്തിൽ അനുഭവവേദ്യമാകുന്നില്ല നമുക്ക്. ആ നിലയിൽ തയ്യാറാക്കിയത് എനിക്ക് തോന്നുന്നത് ഈ കലാകാരന്മാർ എത്രയോ നാളുകളായി അവരുടെ അധ്വാനമാണ് ഇത് തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നത്. അത് തയ്യാറാക്കി ഇത്തരം ഒരു വലിയ പുരുഷാരത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവരുടെ നിരാശയും ഈ ഘട്ടത്തിൽ നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. അവരുടെ ആ കലാവിരുത് ലോകത്തിന് കാണാനേ കഴിയുന്നില്ല. അത് മുഴുവൻ നിഷ്പ്രഭമായി പോയി എന്ന കടുത്ത നിരാശ കലാകാരന്മാർക്കുണ്ട്. ഇതൊരു വലിയ കല കൂടിയാണല്ലോ, ആ നിലയിലാണല്ലോ അവരിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിരാശ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പൂരം ആസ്വദിക്കാൻ തൃശ്ശൂരിലും പരിസരത്തും എത്തിയവർക്കും വലിയ നിരാശ തന്നെയുണ്ട്. ഇതൊരു ശബ്ദം മാത്രമാണ് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ആ നിറക്കൂട്ടിൻ്റെ മനോഹാരിതയൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. അങ്ങനെയൊന്നും ആയിരുന്നില്ല പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. ഇരുളിൽ ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 2 മണി മുതൽ ഏതാണ്ട് ഒരു 2 മണിക്കൂർ തുടർച്ചയായി 2 മണിക്കൂർ ഇങ്ങനെ അത്ഭുതങ്ങളായിരുന്നു മാനത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. അതൊന്നുമില്ലാതെ അവർ കൊണ്ടുവന്ന വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിച്ചു തീർക്കുന്നു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഇത്. അതിലേതായാലും കടുത്ത നിരാശ പൂരപ്രേമികൾക്കുണ്ട്. അത് തയ്യാറാക്കിയ
ഈ കലാകാരന്മാർക്കും ആ നിരാശയുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് പകൽ വെളിച്ചത്തിൽ, ഇത് ഇരുളിൽ രാത്രിയിലായിരുന്നെങ്കിൽ എത്ര മനോഹരമായി ആ പൂക്കൾ ചിതറുന്നതൊക്കെ കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഭംഗി ഒട്ടും ആസ്വദിക്കാൻ കഴിയാതെ ആണ് പൂരപ്രേമികൾ ഈ വെടിക്കെട്ട് ഒരു ചടങ്ങെന്ന പോലെ ഇപ്പോൾ കാണുന്നത്. എസ് കെ, എന്തായാലും വിജയകുമാർ, പൂരത്തിൻ്റെ വെടിക്കെട്ടിന് നിറം മങ്ങിപ്പോയി എന്നുള്ളൊരു സങ്കടകരമായ കാര്യം പൂരപ്രേമികളെ എക്കാലവും വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഈ വെടിക്കെട്ട് അവരുടെ മുൻകാലങ്ങളിലെ അവർ വെടിക്കെട്ട് അനുഭവമായി അവർ തട്ടിച്ചു നോക്കും, താരതമ്യപ്പെടുത്തും. അപ്പോഴൊക്കെ തന്നെ വല്ലാത്ത നിരാശയുടെ ചുഴിയിൽ അവർ വീണുപോയി എന്ന് വരും. സൂരജ് സജി കൂടി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ് സജി, തീർച്ചയായിട്ടും കുറേ ആളുകളെങ്കിലും ഇത് ആസ്വദിക്കുന്നുണ്ടാവും, എന്നാൽ അവരുടെ ആസ്വാദനത്തിന് പരിമിതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? എന്തായാലും ഈ ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഇന്നലെ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി ഇന്നലെ ഈ രാത്രി ഇതേ സമയത്തൊക്കെ കയറിയിരുന്ന ആളുകളാണ്. കാരണം വൈകുന്നേരത്തോടൊക്കെ കൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ കെട്ടിടത്തിലടക്കമുള്ളവരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ ഇന്നലെ വൈകുന്നേരം 7 മണിക്കൊക്കെ ഇരിപ്പിടം പിടിച്ച ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഹാവു, എന്തായാലും നല്ല പൊട്ടലാ പൊട്ടിയത്. വിജയകുമാർ, എങ്ങനെയുണ്ടായിരുന്നു? ആസ്വദിച്ചോ?
SKN ഗംഭീരമായിരുന്നു. പക്ഷേ നമ്മളിത് നേരത്തെ പറഞ്ഞതുപോലെ ആ രാത്രിയിലായിരുന്നെങ്കിൽ കുറെ കൂടി രസമുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ പലരും കമന്റ് ചെയ്യുന്നുണ്ട്, അതങ്ങ് പൊട്ടിച്ച് തീർക്കുകയാണ് അവർ, അതല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതങ്ങ് പൊട്ടിച്ച് തീർത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ഭംഗി, അതിൻ്റെ 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 വർണ്ണം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ നിറക്കൂട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ആ വെടിക്കെട്ടിൻ്റെ ശബ്ദം, നേരത്തെ ഈ നിയന്ത്രണങ്ങൾ കുറെ കൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് വന്ന സമയത്ത് ഈ കമ്പക്കെട്ടുകാർ ആ ശബ്ദം കുറയ്ക്കുകയും അതിൻ്റെ നിറം, അതിൻ്റെ കളർ കൂട്ടുകയും ചെയ്തു. ഈ നിലയമിട്ടൊക്കെ എന്ന് പറയുന്നൊക്കെ സംഗതികളുടെ ശബ്ദവും കുറച്ച്, പകരം അതിൽ നിന്നൊക്കെ മനോഹരമായ നിറം ആകാശത്ത് പരക്കുന്ന തരത്തിലേക്ക് അതൊക്കെ അവർ മാറ്റിയിരുന്നു. കഴിഞ്ഞ 2-3 പൂരങ്ങളായിട്ട് അങ്ങനെയാണ്. ഈ അനുമതി കിട്ടാനൊക്കെ ഈ പ്രയാസമായതുകൊണ്ട് ശബ്ദം കുറയ്ക്കാൻ ഉള്ള തീരുമാനമെടുത്തിരുന്നു. പണ്ട് പൂരം കൂടിയവർക്കറിയാം, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മാരകമായ ശബ്ദമായിരുന്നു. വലിയ കിലോമീറ്റർ ദൂരത്തേക്ക് അതിൻ്റെ പ്രകമ്പനങ്ങൾ ആളുകൾക്ക് അറിയാൻ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന്. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ ശബ്ദം കുറയ്ക്കുകയും അതിൻ്റെ നിറം, അതിൻ്റെ കളറ്, ആകാശത്തെ വർണ്ണവിസ്മയം അത് കൂട്ടുകയും ചെയ്തിരുന്നു. ആ നിലയിലാണ് ഇപ്പോൾ വെടിക്കെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പകൽ വെളിച്ചത്തിൽ നമുക്കതൊന്നും മനസ്സിലാകുന്നതേ ഇല്ല, കാണാനേ കഴിയുന്നില്ല. ഇതാ അതിൻ്റെ അത്തരം ചില സംഗതികൾ കൂടി ബാക്കിയുണ്ട്, അതുകൂടി കാണാൻ തോന്നുന്നു. തിരുവമ്പാടി ദേവസ്വൻ്റെ വെടിക്കെട്ടിൻ്റെ അവസാന ലാപ്പിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആകാശത്ത് നല്ല നിറങ്ങളുടെ വൈവിധ്യം ഉണ്ടാക്കേണ്ട വെടിക്കെട്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. അതിൻ്റെ പിന്നിൽ സൂര്യൻ മറഞ്ഞു നിൽക്കുന്നുമുണ്ട്. സൂര്യ സജി നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സൂര്യ സജി, ഇപ്പോഴെന്താണ് തൃശ്ശൂരിൻ്റെ ആകാശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മേക്കാവിന്റെ വർണ്ണ അമിട്ടുകളുടെ പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ തിരുവമ്പാടിയും മറുവശത്ത് ഈ കുടമാറ്റം നടക്കുന്ന ശൈലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വർണ്ണ അമിട്ടുകൾ മാനത്ത് വിരിയിക്കും. പക്ഷെ മാനത്ത് അത് പൊട്ടുന്നതല്ലാതെ വിരിയുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്, അതായത് ഇത് പൊട്ടിച്ചു തീർക്കുന്നു, വർണ്ണാമിട്ടുകൾ പൊട്ടിച്ചു തീർക്കുന്ന നടപടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇത് കാണാൻ വേണ്ടി മണിക്കൂറുകൾ കാത്തുനിന്ന ആളുകൾ പോലും പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ നേരത്തെ പൊട്ടിയതിൽ ഒരു മാലയടക്കം, അതായത് മാനത്ത് ഒരു മാല വിരിയുന്ന അടക്കമുള്ള ദൃശ്യം പ്രകടമാകുന്നത് പോലെയായിരുന്നു. പക്ഷെ അത് ഈ സ്ക്രീനിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല, നേരിട്ടും കാണാൻ കഴിയില്ല. അതിന്റെ ആ ഒരു 2 പാരച്യൂട്ട് പോലെ ഇതിന്റെ ഒരു അഗ്രം വരുന്നുണ്ട്, ആ അഗ്രം മാത്രം നമുക്ക് കാണാൻ പ്രകടമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാത്രി കാലങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ദൃശ്യഭംഗി നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഈ വർണ്ണാമിട്ടുകൾ പോലും പേരിന് പൊട്ടിച്ചു തീർത്തു എന്നുള്ളത് മാത്രമാണ്. സാധാരണ ഈ വർണ്ണാമിട്ടുകൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അരമണിക്കൂർ നേരം ഈ സാമ്പിളിന്റെ ഭാഗമായിട്ട്
15 മിനിറ്റിലധികം നേരം ഇരു വിഭാഗവും ഈ വർണ്ണാമിട്ടുകൾ മാത്രം പൊട്ടിച്ചിരുന്നു. പക്ഷേ ഇന്ന് പേരിന് വേണ്ടി മാത്രം 1-2 വർണ്ണാമിട്ടുകൾ, കേവലം വിരലെണ്ണാവുന്ന വർണ്ണാമിട്ടുകൾ പൊട്ടിച്ച് എന്തായാലും ഈ വെടിക്കെട്ടിന് സമാപനമായിരിക്കുന്നു. ആളുകൾ പറയുന്നത് ഇപ്രകാരമാണ്: പൊട്ടിച്ചു തീർത്തു എന്നുള്ളത് മാത്രം, എന്തിനോ വേണ്ടി പൊട്ടിച്ചതുപോലെയായി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഈ ദൃശ്യഭംഗി നൽകാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നിരാശരാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വർണ്ണാമിട്ടുകൾ അങ്ങനെ മാനത്ത് പൊട്ടുന്നുണ്ട്, പക്ഷെ മാനത്ത് വിരിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനത്ത് വിരിഞ്ഞു നിന്നാൽ വലിയ ദൃശ്യഭംഗി നൽകുന്ന വർണ്ണാമിട്ടുകളായിരുന്നു. കാര്യം ഇവരൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി ഈ വെടിമരുന്ന് കൊണ്ട് ഈ സാധനം ഉണ്ടാക്കിയ കലാകാരന്മാരുണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഒരു അധ്വാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്ന നിമിഷമാണ്. കാര്യം എത്തിയാൻ ആ പൊരു വെയിലത്ത് അവര് പണി നടക്കുന്ന ആ ഷെഡിലേക്ക് നമ്മൾ പോയതാണ്. ഈ ചുട്ടുപൊള്ളുന്ന ചൂടാണ് തൃശ്ശൂർ. അതിന് വയലിന് നടുക്ക് ഒരു ഷെഡിൽ ഇരുന്നുകൊണ്ടാണ് ഇവര് കുറെ ദിവസത്തെ അവരുടെ കഠിനാധ്വാനമാണ് വെറുതെ ഇങ്ങനെ പൊട്ടിച്ചു തീർക്കുന്നത്. മാനത്ത് അതൊരു വിസ്മയം തീർക്കുമെന്ന് കരുതി കുറെ ദിവസങ്ങളുടെ വിയർപ്പൊഴുക്കി തയ്യാറാക്കി എടുത്തതാണ്. അത് അവർക്കൊരു ജോലിയായിട്ട് മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഇത് തൃശ്ശൂർ പൂരത്തിന് ഇത്തരത്തിൽ ഇതിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിൽ ഭാഗവാക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ പരം സന്തോഷം മറ്റൊന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ജോലിയാണ്. അങ്ങനെ അവരുടെ സകല കരവിരുതും പ്രകടിപ്പിക്കുന്ന ഈ വർണ്ണ അമിട്ടുകളാണ് വെറുതെ ഇങ്ങനെ മാനത്ത് പൊട്ടിത്തീരുന്നത്. എന്തായാലും ആളുകൾക്കും പറയാനുള്ളതാണ്, എന്തായാലും ഇത് ഈ വെടിമരുന്നുകൾ നശിപ്പിച്ചു കളയുന്നതിന് പകരം പൊട്ടിച്ചു തീർത്ത് അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടത്തുകാർ പറയുന്നത്. ഓക്കെ, താങ്ക് യു. സൂര്യസജിയാണ് നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.